ഹലോ ഫ്രണ്ട്സ്. രോഹിത്, നാഗേഷ് കുക്നൂർ, ശ്രീരാം രാജൻ എന്നിവർ തിരക്കഥ എഴുതി നാഗേഷ് കുക്നൂർ സംവിധാനം ചെയ്ത 2025 തമിഴിലും ഹിന്ദി ലാംഗ്വേജിലും റിലീസായ വെബ് സീരീസാണ് ദി ഹണ്ട്, ദി രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ്. രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ പിടികൂടാൻ CBI പ്രത്യേക അന്വേഷണ സംഘം SIT നടത്തിയ തീവ്രമായ അന്വേഷണവും തിരച്ചിലുമാണ് ഈ സീരീസിന്റെ പശ്ചാത്തലം. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പ് റാലിക്കിടെ LTTE അംഗമായ കലൈവാണി രാജരത്നം എന്ന ചാവേർ ബോംബർ വധിക്കുകയായിരുന്നു. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ത്യൻ സമാധാന സേനയുടെ പങ്കാളിത്തം ഇന്ത്യ അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടന്നത്. കുറ്റവാളികളെ തിരിച്ചറിയാനും പിടികൂടാനുമായി CBI DR കാർത്തികേയന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സ്ഫോടന സ്ഥലത്ത് നിന്ന് ലഭിച്ച ഹരിബാബു എന്ന ഫോട്ടോഗ്രാഫറുടെ ക്യാമറയാണ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയത്. ഈ ചിത്രങ്ങളിൽ ഗൂഢാലോചനയിലെ പ്രധാന സൂത്രധാരനായ ശിവരശന്റെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഇതോടെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ നടന്നു. ശിവരശൻ 1-8 ജാക്ക് എന്നും അറിയപ്പെട്ടിരുന്നു. കാരണം അയാൾക്ക് ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു. അയാൾക്ക് പിടികൊടുക്കാതിരിക്കാൻ രൂപസാദൃശ്യമുള്ളവരെയും വേഷപ്രച്ഛന്നരെയും ഉപയോഗിച്ചു. മുൻ പ്രധാനമന്ത്രി VP സിംഗിന്റെ റാലിയിൽ നടന്ന കൊലപാതകത്തിന്റെ ഒരു റിഹേഴ്സൽ ഉൾപ്പെടെയുള്ള സൂക്ഷ്മമായ ആസൂത്രണം അന്വേഷണത്തിൽ വെളിപ്പെട്ടു. ബാംഗ്ലൂരിലെ കോനനകുണ്ടയിൽ വെച്ച് ശിവരശനെയും കൂട്ടാളികളെയും ഒരു ഒളിത്താവളത്തിൽ വളഞ്ഞു. ഏറെ നേരത്തെ പ്രതിരോധത്തിനൊടുവിൽ സ്വയം വെടിയുതിർത്ത് ശിവരശൻ മരിക്കുകയും 6 പേർ സൈനൈഡ് ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. LTTE അംഗങ്ങൾക്കിടയിൽ പിടികൂടുന്നത് ഒഴിവാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ വേട്ട ഇന്ത്യയുടെ നിയമസുരക്ഷാ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ്. ഒരു ഉന്നത രാഷ്ട്രീയ കൊലപാതകം അന്വേഷിക്കുന്നതിലെ വെല്ലുവിളികളെയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അർപ്പണബോധത്തെയും ഇത് എടുത്തു കാണിക്കുന്നു. ഇതുപോലുള്ള വെബ് സീരീസ് ആൻഡ് മൂവി റിവ്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് ഷെയർ ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.